നെൽകൃഷിയിലെ ഒരു ചെറിയ ഈച്ച, പക്ഷേ വലിയ നഷ്ടമുണ്ടാക്കാൻ കഴിവുള്ള കീടമാണ് ഗാളീച്ച അഥവാ റൈസ് ഗാൽ മിഡ്ജ്. പെണ്ണീച്ച ഇലകളിൽ മുട്ടയിടുന്നു. മുട്ടയിൽ നിന്ന് വരുന്ന ചെറിയ പുഴുക്കൾ വളർച്ചാഭാഗം ആക്രമിക്കുന്നു. ജീവിതചക്രം ഏകദേശം 20 മുതൽ 30 ദിവസം വരെയാണ്. പ്രധാനമായും ഇത് ആക്രമിക്കുന്നത് നഴ്സറി ഘട്ടത്തിലും തൈ നട്ട് 30 മുതൽ 45 ദിവസം വരെയുമാണ്. സാധാരണ തണ്ടിനു പകരം വെള്ളി നിറത്തിലുള്ള ട്യൂബ് പോലെ വളർച്ച കാണാം. ഇത് സിൽവർ ഷൂട്ട് എന്നറിയപ്പെടുന്നു. നെല്ലിന്റെ കൂമ്പ് വെള്ളി പോലെ തിളങ്ങുന്ന നീളമുള്ള കുഴലുകൾ കാണപ്പെടുന്നു. ഇത് ഉള്ളിയില പോലെ ഇരിക്കുന്നതിനാൽ ഒണിയൻ ലീഫ് എന്നും അറിയപ്പെടുന്നു. പുഴുക്കൾ തണ്ടിന്റെ ഉള്ളിലിരുന്ന് തിന്നുന്നതിനാൽ നെൽച്ചെടി കതിരിടില്ല. പുതിയ ചിനപ്പുകൾ മുരടിച്ചു പോകുന്നു. ചെടിയുടെ വളർച്ച കുറയും. ഒപ്പം വിളവും ഗണ്യമായി കുറയുന്നു. ചെറിയ കീടങ്ങളെ തുടക്കത്തിൽ നിയന്ത്രിച്ചാൽ വലിയ വിളനഷ്ടം ഒഴിവാക്കാം. ഗാളീച്ചയുടെ നിയന്ത്രണ മാർഗങ്ങൾ നമുക്കൊന്നു നോക്കാം. ആദ്യമായി പ്രതിരോധശേഷിയുള്ള നെൽവിത്തുകൾ കൃഷി ചെയ്യുക. വിളവെടുത്തായുടൻ പാടം ഉഴുതുമറിക്കുക. ഇത് അവശേഷിക്കുന്ന ലാർവകളെ നശിപ്പിക്കും. പാടത്തിന്റെ വരമ്പുകളിലെ കളകളും പുല്ലുകളും വെട്ടി നശിപ്പിക്കുക. ഗാളീച്ചക നശിപ്പിക്കാനായി ലൈറ്റ് ട്രാപ്പുകൾ ഉപയോഗിക്കാം. ഇതിനെ പ്രതിരോധിക്കാൻ ബ്യുവേറിയ ബസിയാന അല്ലെങ്കിൽ മെറ്റാറൈസിയം തുടങ്ങിയ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാം. 1 ലിറ്റർ വെള്ളത്തിൽ 10 മില്ലി കലർത്തി ഇലകളിലും ചെടിയുടെ അടിഭാഗത്തും നന്നായി തളിക്കുക. ഇത് നെൽച്ചെടിക്ക് 50 ദിവസം പ്രായമാകും വരെ ഓരോ 10 ദിവസവും ആവർത്തിക്കുക. പ്രധാനമായി ഓർമ്മിപ്പിക്കാനുള്ളത്, രാസകീടനാശിനികൾ ഉപയോഗിച്ച് നമ്മുടെ വിളകൾക്കും മനുഷ്യനും ദോഷങ്ങൾ വരുത്താതെ കീടങ്ങളെ തുരത്തുന്ന വളരെ ഫലപ്രദമായ ചെറിയ ജൈവ മുൻകരുതലുകൾ എടുക്കുകയാണ് വേണ്ടത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം നെല്ലിന്റെ മറ്റൊരു ശത്രുവായ ചാഴി അഥവാ റൈസ് ബഗ്ഗിനെ പറ്റി.